തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേയ് തേയ് തിതി തേയ്. നേരത്തെ പറഞ്ഞതല്ലേ കാല് പുറകോട്ട് വെച്ചിട്ട്? അത് തേയ് തേയ് തിതി തേയ്. ചേച്ചി ഒന്ന് കാണിച്ചതാ. തയ്യം തത്ത തയ്യം താഹ തയ്യം തത്ത തേയ് തേയ് തിതി തേയ്. എന്താടാ പൊട്ട? फिर उसके बाद कुमार सानू का हिंदुस्तानी म्यूजिक कंसर्ट. वाह वाह, जवाब नहीं. बहुत मजा आया. और तीसरा प्रोग्राम था उषा उदुप का वो वेस्टर्न म्यूजिक, एकदम फर्स्ट क्लास. That I loved him so, he went away. Excuse me. ബോറടിക്കണ്ടല്ലേ? നീ എന്തായി ഫസ്റ്റ് ലൈൻ കഴിക്കാത്ത? മധുരയില്ലേ? നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ വേഗം പറഞ്ഞു തോലക്ക്. എനിക്ക് പോയിട്ട് വേറെ പണിയുള്ളത്. വെയിറ്റ് ചെയ്യ്, ഒരു മാറ്റർ ഉണ്ട്. നീ ഇത് പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായല്ലോ. ആയല്ലോ, ഒരു അരമണിക്കൂറുണ്ട്. ഒരു അർജന്റ് മാറ്റർ ആണ്. നിന്റെ സഹായം എനിക്ക് കൂടിയേ കഴിയൂ. വെയിറ്റ് ചെയ്യ് പ്ലീസ്. By the by, you like cricket? Yeah. How about you? Me too. I like cricket very much. Cricket तो मेरे लिए जिंदगी है. वो कल का क्रिकेट मैच टीवी पे देखा? हाँ. वाह वाह, कपिल देव का जवाब नहीं था. क्या मार रहा है यार. हमसे पूछेगा तो हम बता देंगे कपिल देव सबसे अच्छा प्लेयर है. कपिल देव का क्या बैटिंग है, क्या बॉलिंग है, क्या फील्डिंग चाहिए साहब? और कुछ चाहिए? नहीं नहीं नहीं, बिल लाओ. Excuse me, एक मिनट. നിനക്ക് ബോറടിക്കില്ലല്ലോ? രാജേന്ദ്ര വെറുതെ മനുഷ്യനെ കൊരങ്ങ് കളിപ്പിക്കരുത്. മാറ്റർ എന്താന്ന് വെച്ചാ പറ. ഇനി മാറ്റർ പറയാനായി. ഒരു മിനിറ്റ്. दे दो. नहीं, आज मेरा ट्रीट है. बाप रे, मेरा पर्स किधर गया? वो പറഞ്ഞ അവന്റെ കൊടുത്തല്ലോ. क्या? मैं पर्स उसको दिया था. एक मिनट. നിന്റെ മാറ്റർ എന്താണെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അളിയാ ചതിക്കരുത്, എന്റെ പ്രസ്റ്റീജ് പ്രശ്നമാണ്. ഇപ്പൊ എന്റെ പൈസ ഇല്ലായിരുന്നു. നീ എന്ത് അവിടുന്ന് വരാൻ ഇറങ്ങുമ്പോ നീ കാശെടുത്ത് പോക്കറ്റിൽ ഞാൻ കണ്ടല്ലോ. ആ എമൗണ്ട് കണക്കാക്കിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്ലീസ് ചവിട്ട്. ഞാൻ ചവിട്ടോ ഇടിക്കോ തൊടിക്കോ എന്ത് വേണോ ചെയ്തോ, പക്ഷെ തൽക്കാലം പ്ലീസ്. നക്കി നാറി നായേ. അതെല്ലാം ഞാനാണ്, സമ്മതിച്ചു. താങ്ക്സ്. हाँ, ये बिल का अमाउंट और ये 10 रुपया तुम्हारा टिप. യുവർ ടിപ്പ്. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ രണ്ടിനെ ചവിട്ടി പുറത്താക്കി ഞാൻ. ദേഷ്യം വരാതിരിക്കുന്ന എങ്ങനെയാ സുഹാര? 10 രൂപ ടിപ്പ് കൊടുക്കണം. ഇവരാരാ? ദുബായ് ഷേഖിന്റെ മോനോ? ആ കാശ് കൊണ്ട് ഞാൻ 3 നേരം ലാവിഷായിട്ട് ചാപ്പാടിക്കും. നീ നക്കാണെന്ന് വെച്ച് എനിക്കും അങ്ങനെ ആവാൻ പറ്റുമോ? അതും അതേപോലെ ഒരു സിറ്റുവേഷനില് ഊസിയ കാശ് കൊണ്ടല്ലടാ നീ. നിങ്ങൾ രണ്ടും കൂടെ എന്നെ അങ്ങോട്ട് കൊല്ല്. അന്യ നാട്ടിൽ വന്ന് കിടന്നിട്ട് ഓഫീസിൽ അവിടെയുള്ള സമാധാനം ഇവിടെ വന്ന ഇടാ ഞാൻ എന്ത് പഴിച്ച്? ഈ തെണ്ടി പ്രേമിക്കുന്നതിന് ഞാൻ കാശിൽ വെക്കേണ്ട കാര്യം എന്താ? നിനക്കറിയോ ഇവൻ എനിക്ക് എത്ര കാശ് തരാനുള്ളതെന്ന്? ഇവനെന്താ ശമ്പളം കിട്ടുന്നില്ലേ? കിട്ടുന്ന കാശ് മുഴുവൻ പെർഫ്യൂമും പാന്റും ഷർട്ടും മേടിച്ചു തരും. ചുപ്പയോ, ഒരു ഡ്രൈവർക്ക് ചേർന്ന വേഷമാണ് അവന്റെ. എന്റെ തൊഴിൽ തൊട്ട് കളിക്കരുത്. നിങ്ങളെ പോലെ ഒരു ഡിഗ്രി എനിക്കില്ലാതായി പോയി. അല്ലെങ്കിൽ ഞാൻ ഈ ബോംബെ വിലയ്ക്ക് വാങ്ങിച്ചത്. കിട്ടുന്ന കാശ് കൊണ്ട് ഇവിടെ അഷ്ടിമുഷ്ടി കഴിഞ്ഞുകൂടുക. പോരാത്തന് അച്ഛന് കേസ് നടത്താൻ മാസം നാട്ടിലേക്ക് മണി ഓർഡർ വേറെയും. ഇവൻ ഇതിന്റെ ദണ്ണം വല്ല അറിയോ? നിന്നോട് എനിക്ക് സിമ്പതി ഉണ്ട് വിഷ്ണു. ഒരു ശരാശരി മറുനാടൻ മലയാളിയുടെ പ്രാരബ്ധങ്ങളൊക്കെ നിനക്കുണ്ട്, എനിക്കറിയാം. പക്ഷെ നല്ലൊരു നാളേക്ക് വേണ്ടി ചെറിയ ചില ത്യാഗങ്ങളൊക്കെ സഹിച്ചേ പറ്റൂ, അല്ലേ? മാങ്ങാ തൊലി ഇങ്ങനെ നക്കി തിന്നാതെ അധ്വാനിച്ച് ജീവിക്കടാ. മര്യാദക്ക് എനിക്ക് തരാനുള്ള കാശ് മുഴുവൻ തന്നോണം. നിന്റെ കാശ് പലിശ സഹിതം ഞാൻ മടക്കി തരും. മടക്കി തരാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ വിളിച്ചാൽ സേട്ടുവിന്റെ മകൾ എന്നോടൊപ്പം വരില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നാളെ സേട്ടുവിന്റെ മകളുടെ ഭർത്താവായി അങ്ങേരെന്നെ അംഗീകരിക്കില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരു സുപ്രഭാതത്തിൽ ഞാൻ നിന്റെ മുതലാളിയായി മാറില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് നിന്റെ പൊസിഷൻ എന്തായിരിക്കും നീ ചിന്തിച്ചിട്ടുണ്ടോ? നീ ഈ പറഞ്ഞത് മുഴുവൻ നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ട്? എന്താ സംശയം? ഈ കൈ കണ്ടോ? രാജയോഗവും ഗജകേസരി യോഗവും ഒരുമിച്ച് കിടപ്പുണ്ട്. അനുഭവിച്ചേ പറ്റൂ. അനുഭവിച്ചേ പറ്റൂ. സിഗരറ്റ് ഉണ്ടോ കയ്യില്? ഒരു 10 രൂപ ഇങ്ങനത്തെ. സുധാര, പണം ഇന്ന് വരെ നാളെ പോവും. പക്ഷെ നമുക്ക് വലുത് പണമാണ്. എടാ ഞാൻ ഇല്ലണ്ട് മേടിക്കാൻ വെച്ചിരുന്ന കാശാണത്.
केक पड़ा है। ഹലോ, ഇന്ന് ഞായറാഴ്ച ഓഫീസിലല്ലോ, പിന്നെ അങ്ങോട്ട് രാമേട്ടന്റെ വീട്ടിലേക്കാ. ഞാനും അങ്ങോട്ടേക്കാ. ദേ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ? അതൊന്നും ഒന്ന് നോക്കിയേ. എന്തിനാന്ന്? അങ്ങോട്ടൊന്നും ഒന്ന് നോക്കാൻ. അച്ഛനിപ്പോ വരാം, ഒന്ന് തിരിക്കില്ലേ? വാ. ദേ കണ്ടോ, രണ്ടുപേരും കൂടെ ഒന്നിച്ചുള്ള ആ വരവ് കണ്ടോ? അതെന്താ, അവർക്ക് ഒരുമിച്ച് വരാൻ പാടില്ലേ? അതല്ലെന്നേ, നല്ല ചേർച്ച. അത്രക്ക് ചേർച്ചയുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നണില്ലല്ലോ. നല്ല കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് തോന്നൂലല്ലോ. നല്ല കാര്യങ്ങളൊക്കെ നിന്റെ തലേന്നാണല്ലോ പൊട്ടിമുളയ്ക്കണത്. അതാണല്ലോ എന്റെ ഈ വിജയരഹസ്യവും. അതെ, വിഷ്ണുവിനെ കൊണ്ട് നമുക്ക് അരുന്നതേ കല്യാണം കഴിപ്പിച്ചാലോ? അതെ, അത് നീയും ഞാനും തീരുമാനിക്കേണ്ട കാര്യമല്ല. രണ്ടുപേർക്കും കാരണവന്മാരുണ്ട്, അവരായിക്കോളും. അയ്യോ, ഞങ്ങൾ ഒന്നിച്ചല്ല വന്നത്. ഞാനിന്ന് ഓഫീസ് അവധിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് രാമേട്ട കാണാലോ എന്ന് വിചാരിച്ച് ബസ്സിൽ വന്നപ്പോ ഞാൻ വന്നപ്പോഴാണ് ഈ കുട്ടികളിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങളെ ഞങ്ങൾ ഒന്നിച്ച് ബസ്സിൽ വരുമ്പോൾ കണ്ടതാ. അപ്പൊ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോ ഞാനും ഒന്നിച്ച് വന്നു. സിന്ധുവിന് അല്ല തനിക്ക് ഡാൻസ് പഠിക്കേണ്ട കാര്യം ചേച്ചി പറഞ്ഞിരുന്നല്ലോ. ആ കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴാണ് പഴയ ചെറുപ്പശ്ശേരിയിലെ കാര്യങ്ങൾ പറഞ്ഞു തന്നേ. ഒന്നും ചോദിച്ചില്ലോ ഞങ്ങള്, പിന്നെ എന്തിനാ ഇങ്ങനെ പറഞ്ഞു വിഷമിക്കണേ? അമ്മ എപ്പോഴും വഴക്കാ. ആഴ്ചയിൽ ഒരു കത്തെങ്കിലും എഴുതി കൊടുന്ന് പറഞ്ഞു. ആഴ്ചയിൽ ഒന്ന് പോയിട്ട് മാസത്തിൽ ഒന്ന് പോലും. സത്യത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഈ ബോറ് പരിപാടി. എടാ, നീ ഇത് എത്ര എഴുതും? എന്നും കാണുന്നുണ്ടല്ലോ. ദിവസത്തിൽ മിനിമം ഒരു കത്ത്. അതാണ് അവളുടെ ഒരു കണ്ടീഷൻ. എന്റെ അമ്മയെ ദിവസേന ഓരോ കത്തോ? എനിക്കും ഇഷ്ടമായി എഴുതാൻ. വൈഫിന്റെ പ്രധാന ജോലി പോസ്റ്റ്മാനെ കാത്തു നിൽക്കല. അന്യനാട്ടിൽ വന്ന് കഷ്ടപ്പെടുമ്പോ നമുക്ക് ഇതല്ലേ ഉള്ളു വിഷ്ണു ഒരു ആശ്വാസം. എന്നാൽ എന്താടാ ഇത്രയൊക്കെ എഴുതാൻ? കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആവുമ്പോ തനിക്കും എന്റെ സെന്റിമെന്റ്സ് മനസ്സിലാവും. എങ്ങോട്ടേ തള്ളണേ? കളിക്കരുത്. എന്റെ കട്ടിലിൽ കിടന്നിട്ട് എങ്ങനെ തന്നെ ചവിട്ടി പുറത്താക്കുന്നുടാ ശോഭമേ. എടാ, ഇവന്റെ ഒരു കാര്യം കണ്ടോ? ഓട്ടെ കള, അവൻ നന്നാവൂല. ഞാൻ ആലോചിക്കായിരുന്നു, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സെന്റിമെന്റ്സും ഇല്ലാതെ ഒറ്റത്തടി അങ്ങനെ കഴിയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? എന്താ ഇപ്പൊ അങ്ങനെയൊക്കെ തോന്നാൻ? ഇനിയിപ്പോ ഒരു കല്യാണം കഴിക്കുന്നോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ? വല്ലതും ഒത്തു വന്നിട്ടുണ്ടോ? ഒത്തുവരും. എന്റെ കാര്യമൊക്കെ ഭാര്യയ്ക്ക് എഴുതാറുണ്ടല്ലോ അല്ലേ? പിന്നെ എങ്കിൽ ഇതും കൂടി എഴുതിക്കോ. വിഷ്ണുവിന്റെ ജീവിതത്തിൽ സുപ്രധാനമായൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ആരാ കക്ഷി? സമയമുണ്ട്, പറയാം. താൻ കൊറേ നേരമായാലും മുക്കി മൂടി നടക്കാൻ തുടങ്ങിയിട്ട്. കാര്യം എന്താന്ന് വെച്ചാ പറ. അത് പിന്നെ രാമേട്ട, അത്യാവശ്യമായിട്ട് എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിട്ട് എനിക്ക് വേറെ പണിയുണ്ടോ? ഞാൻ പറയട്ടെ. വല്ല വെടിപ്പേരക്ക് തീ പിടിച്ച കാര്യോ ബസ് പറഞ്ഞ കാര്യം വെച്ചാൽ പറയണ്ട. അതല്ല രാമേട്ട. രാമേട്ട കല്യാണം കഴിച്ചിട്ട് എത്ര കൊല്ലായി? ഇതറിയാനെ താൻ എന്നെ ഇത്രയും ദൂരം കൂട്ടിക്കൊണ്ടുവന്നത്? ഒന്ന് അറിഞ്ഞിരിക്കാനെന്നേ. 15 കൊല്ലായി. ഇപ്പൊ രാമേട്ടൻ എത്ര വയസ്സായി? 54. അയ്യോ, അപ്പൊ 39ാമത്തെ വയസ്സിലാണ് രാമേട്ടൻ കല്യാണം കഴിച്ചത്. അതൊരു ലേറ്റ് മാരേജ് ആയിരുന്നു രാമേട്ടൻ തോന്നണില്ലേ? എനിക്കിപ്പോ അങ്ങനെ തോന്നണില്ല. അങ്ങനെയാണ്. 27-നും 30-നിടയ്ക്ക് ആണുങ്ങളായ കല്യാണം കഴിച്ചിരിക്കണം. അതാണ് അതിന്റെ കറക്റ്റ് പ്രായം. ഡോ വാരേ, 30ാമത്തെ വയസ്സിലേ ജീവിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കിടന്ന് നെട്ടോട്ട് ഓടുകയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിക്കുന്നുള്ള വാശിയായിരുന്നു. സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ഉണ്ടെങ്കിൽ 27ാമത്തെ വയസ്സിലും കല്യാണം കഴിക്കാം അല്ലേ രാമേട്ട? എന്താ, തനിക്ക് കല്യാണം കഴിക്കാൻ തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ എന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ എന്റെ കാര്യ. എടോ, താൻ വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണെന്ന്. അല്ല, വീട്ടില് ഞാനാണേ മൂത്ത മകൻ. അപ്പൊ അമ്മ എപ്പോഴും പറയും. അതിന് ഞാനിപ്പോ എന്താ ചെയ്തു തരേണ്ടത്? രാമേട്ട തെറ്റിദ്ധരിക്കൊന്നുമില്ല. രാമേട്ടന്റെ വീട്ടിൽ ഇടയ്ക്ക് വരാറുള്ള പെൺകുട്ടിയില്ലേ, അരുന്ധതി, നല്ല കുട്ടിയാ, നല്ല സ്വഭാവം. രാമേട്ടനെ ചേച്ചിയും കൂടി വിചാരിച്ച എനിക്കിഷ്ടം. എടോ, താൻ എന്നെ കുറിച്ച് എന്താ ധരിച്ചേ? എനിക്കും ഭാര്യയ്ക്ക് എന്താ കല്യാണ ബ്ലോക്ക് പണിയാ? നല്ല പയ്യനാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്നൊക്കെ വിചാരിച്ച് വീട്ടിൽ കയറ്റിയിട്ട് മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന കുട്ടിയാടോ അത്. ആ കുട്ടി എവിടെ കിടക്കണു, താൻ എവിടെ കിടക്കണു? ആ കുട്ടിയുടെ തറവാട് എന്താ, അന്തസ് എന്താ? ഇനി ഞാനൊന്ന് പറയട്ടെ, താൻ ഞെട്ടൊന്നും വേണ്ട. മാസം 30,000 രൂപ ശമ്പളം വാങ്ങുന്ന മണി പോലുള്ള ചെറുക്കനായിട്ട് കല്യാണം ഉറപ്പിച്ചിരിക്കുക. എന്നിട്ട് വൃത്തിയോട് പറയാ
എന്താ താനൊന്നും മിണ്ടാത്തെ? നാ ഇറങ്ങിപ്പോയോ? സോറി, ഞാൻ ഒരബദ്ധം. ഞാനിങ്ങനെ പറഞ്ഞിട്ട് ചേച്ചിയോ കുട്ടിയോ അറിയരുത്. സോറി. തനിക്ക് ആ കുട്ടിയെ അത്രക്ക് ഇഷ്ടായോ? കല്യാണം കഴിക്കുന്ന അത്രക്ക് മോഹമുണ്ടോ? പിന്നെന്തിനാ എന്നോട് ചോദിക്കണേ? കഴിച്ചൂടെ? രാമേട്ടൻ പറഞ്ഞത്. ഞാൻ അങ്ങനെ പലതും പറയും. എടോ നാണല്ലാത്തോനെ, ഇത്രയും കാലമായിട്ട് തനിക്ക് എന്നെ മനസ്സിലായിട്ടില്ലേ? തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കടോ. തനിക്കിപ്പോ എന്താ വേണ്ടേ? ആ കുട്ടിയെ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണം അല്ലേ? അടുത്ത ചിങ്ങത്തിലായല്ലോ. അയ്യടാ, അപ്പൊ ആ കുട്ടിയുടെ സമ്മതം വേണ്ടോ? പെട്ടെന്ന് ഇങ്ങനെ ഒരു ചോദ്യം, ഞാൻ എന്താ ചേച്ചി മറുപടി പറയാ? നല്ലവണ്ണം ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ചേട്ടനും എനിക്കൊക്കെ കൊള്ളാവും തോന്നി. ഇങ്ങനെ ഒരു തോന്നല് തന്നെ ഇതുവരെ മനസ്സിലുണ്ടായിട്ടില്ല. ഇനി തോന്നാലോ, അതിനുള്ള പ്രായമൊക്കെ ആയിരിക്കുന്നു അരുന്ധതിക്ക്. വേണ്ട ചേച്ചി, ഉടനെ ഒരു കല്യാണം ശരിയാവില്ലത്. എപ്പോഴായാലും വേണം. നാടും വീടും വിട്ട് അന്യനാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് കഴിയുമ്പോൾ കൂട്ടിനൊരു ആൺതുണ ഉണ്ടാകുക എന്ന് പറഞ്ഞാ അതല്ലേ അരുന്ധതി ഏറ്റവും വലിയ ഭാഗ്യം. എല്ലാം കൊണ്ടും വിഷ്ണു കുട്ടിക്ക് ചേരുകയും ചെയ്യും. വീട്ടിലെ ഇപ്പോഴത്തെ പരിതസ്ഥിതി ആലോചിക്കുമ്പോ എന്റെ ശമ്പളം കൂടി അയക്കുന്നതുകൊണ്ട് അവിടെ പണത്തിന് കുറച്ച് ഞെരുക്കം കാണും. അതി കവിഞ്ഞൊന്നുമില്ലല്ലോ. അച്ഛൻ മരിക്കുമ്പോ കുറെ കടം ഉണ്ടായിരുന്നു പല വകയിലായിട്ട്. അതിനിയും ബാക്കി കിടപ്പുണ്ട്. അതിനിടയില് പ്രാരാബ്ദം ഒഴിഞ്ഞിട്ട് ഇതിനൊന്നും നേരം ഉണ്ടാവില്ല കുട്ടിയെ. ഇതൊക്കെ നടക്കേണ്ട സമയത്ത് നടക്കണം. അമ്മയും കുട്ടിയമ്മയൊക്കെ ഉള്ളപ്പോ അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ തീരുമാനമൊക്കെ നമുക്ക് പിന്നെ അറിയാം. കുട്ടിക്ക് ഇഷ്ടമാണോ ഇല്ലയെന്ന് പറ. അത് ചേച്ചി പറ കുട്ടിയെ. ആ ഭാഗത്ത് നിന്ന് ഇഷ്ടമാണോന്ന് അറിയാണ്ട് ഈ ഭാഗത്തുനിന്ന് ഇഷ്ടമാണോന്ന് അറിഞ്ഞാ മതി. എന്താ പച്ചക്കൊടി എവിടെ? ഏത് ക്ലീൻ ഗ്രീൻ സിഗ്നൽ. കാര്യം പറ. എടാ, നിന്റെ വളഞ്ഞ വഴിയൊന്നും വേണമെന്നില്ല ആഗ്രഹങ്ങൾ സാധിക്കാൻ. നേരായ വഴി കൂടെ പോയാലും ഗ്രീൻ സിഗ്നൽ. എനിക്ക് നോവുണ്ട്. ലവ് മാരേജ് ഉണ്ട്, അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്. ദിസ് ഈസ് ആൻ അറേഞ്ച്ഡ് ലവ് മാരേജ് മൈ ഡിയർ രാജേന്ദ്രൻ. മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടി, ഒരേ ജാതി, ഒരേ നാട്, ബോംബെയിൽ സ്ഥിരമായിട്ടുള്ള ജോലി, സുന്ദരി, സുശീല, ശാലീന. കഥകളിലെ അമ്മണിക്കുട്ടി നന്ദിനിയെ പോലെ. യെസ്, മൈ ലൈഫ് ഈസ് സെക്യൂർ മേരാ ദോസ്ത്, സംജാ? അതിന് എന്നെ ഇങ്ങനെ ഇട്ടിരിച്ച് പദം വരുത്തുന്നത് എന്തിനാ? എന്റെ സന്തോഷം ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റൂ. ഇന്നത്തെ ചിലർ എന്റെ വക. आंखें किसी से ना उलट जाए मैं डरता हूँ, यारों हसीनों की गली से मैं गुजरता हूँ, दिल टूट जाए तो क्या हो अनजान, मैं तेरी मोहब्बत में पागल हो जाऊंगा, तुझे कैसा लगता है? തിരുവോണായിട്ട് നമ്മുടെ ഭാഷയിൽ എന്തെങ്കിലും ഒന്ന് പാട്. അത് ശരിയാ. ഓണത്തുമ്പി വന്നാട്ടെ, ഓമനത്തുമ്പി വന്നാട്ടെ, ഒരു നല്ല കഥ പറയാൻ വന്നിരുന്നാട്ടെ, യഹാ മഹാ വന്നിരുന്നാട്ടെ. ഇപ്പൊക്കെ എന്താ ഓണം, പണ്ടായിരുന്നില്ലേ ഓണം. ഇതൊക്കെ കാണുമ്പോ നാട്ടിലെ കാര്യങ്ങൾ ഓർമ്മ വരിക. അറക്കിലെ നാരായണനും ഓടിയമ്പറമ്പിലെ വേലായുധം കുട്ടിനായാലും കൂടി ഉച്ചയ്ക്ക് ഊട് കഴിഞ്ഞൊരു ഇറങ്ങലുണ്ട്. പിന്നെ ഒരു ജഗമൊക്കെയാ. ഞങ്ങൾ ഒന്നോണത്തിന് അന്ന് പുറത്തിറങ്ങില്ല. രണ്ടോണത്തിന്റെ അന്ന് കൂട്ടുകാരും മൊത്തം തൃശ്ശൂർക്ക് സിനിമ കാണാൻ ഒരു ഇറക്കമുണ്ട്. എന്നിട്ട് നേരെ ചെന്ന് ബസ്സിൽ കയറും. എല്ലാവരും കൂടി ബസ് പാടത്തേക്ക് മറിക്കും. പിന്നെ 7 ആള് മരിക്കും. ഒന്നില്ലെങ്കിൽ വെടിക്കെട്ടിന് തീ പിടിച്ച കഥ, അല്ലെങ്കിൽ ബസ് മറിച്ച കഥ. തിരുവോണായിട്ട് നല്ല എന്തെങ്കിലും പറഞ്ഞു വിടറോ? इधर रहना, फिक्र मत करो, ये अपना आदमी है, खाने को मैं बुलाता हूँ, समझे? എവിടെ എത്തി രാമേട്ടാ? ഞാൻ കുറച്ച് ലേറ്റ് ആയോ? നീ അങ്ങനെ പതിക്ക് ഓണം നോക്കണ്ട, ഞാൻ കാണുന്നുണ്ട്. ഓണത്തിന്റെ ഇടയ്ക്ക് ഏതായാലും ഞാൻ പുട്ടച്ചോടം ചെയ്യില്ല. അത് ഓണം കഴിഞ്ഞിട്ട്. അല്ല, നല്ലൊരു ഓണായിട്ട് എന്തെങ്കിലും കുറച്ച് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൂടെ? അസഭ്യം പറയാതിരിക്കണോ? താ കൊമ്പത്ത് കയറിക്കാണ്ട് താഴത്തിറങ്ങി എന്തെങ്കിലും ചെയ്തേ. അല്ല, ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരുന്നാലേ സമയത്തിന് സദ്യ ഉണ്ടല്ലോ ഉണ്ടാവില്ല. ഒന്നില്ലെങ്കിൽ ഇതായിരിക്കും, അതല്ലേ അങ്ങോട്ട് നോക്കിയിരിക്കും. പിന്നെ അടുത്ത് തന്നെ നമുക്കൊരു സദ്യയും കൂടി ഉണ്ട വരും. എന്താ തിരുവൽപ്പാടിന് അടിയന്തരം പറ്റുണ്ടോ? അടിയന്തര അല്ല, ഇത് ഇങ്ങനെ. അത് ശരി, നിക്കാതെ. കണക്കൂട്ടലുകളൊക്കെ എവിടം വരെയായി? കല്യാണത്തിന് കാശ് കുറെ ചെലവാൻ സുധാര. അതിന്റെ ഒരു വെപ്രാളത്തിലാണ് ഞാൻ. അങ്ങോട്ട് കൊടുക്കാന്നല്ലാതെ അച്ഛൻ്റെ നിന്ന് കാലാണ് പ്രതീക്ഷിക്കേണ്ട. മടങ്ങി വന്ന വീടിന് പകുതി കൊടുക്കാനുള്ള 5000 രൂപ വേറെയും കരുതണം. ഇവിടെ ഇപ്പൊ 5000-ന് ഒരു വീടോ ഫ്ലാറ്റോ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു ലെക്കായിട്ട് കരുതിയാൽ മതി.
തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ രൂപയുടെ കണക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, കുറച്ച് അവധി കൂടി തരണോട്ട് സുധാര. പുതിയ വീട്ടിലേക്ക് താമസം തുടങ്ങുമ്പോ അത്യാവശ്യം വേണ്ട ഫർണിച്ചറൊക്കെ വാങ്ങണ്ടേ, അതിനും ചിലവാകും കുറെ. തനിക്ക് ഇഷ്ടമുള്ളപ്പോ തന്നാ മതി. പിന്നെ പുതിയ വീടൊക്കെ താമസിക്കുമ്പോ ഞാൻ നാട്ടിൽ നിന്ന് ഭാര്യയും മോനെയും കൂട്ടി ഒന്നങ്ങോട്ട് വരും, ഒരാഴ്ച താമസിക്കാം. ഒന്നിങ്ങോട്ട് വന്നേ, എന്താ കാര്യം? കാര്യമുണ്ട്. വാ വാ. എന്താ? കടം വാങ്ങിച്ചിട്ട് കൊടുക്കാനുള്ളൊരു വല്ലവരും പുറത്ത് നിൽപ്പുണ്ടാവും. ഖബറാവ് മत, मेरा दोस्त लोग है. എന്താണത്? ഞാൻ വിളിച്ചു, അവൾ ഇറങ്ങി വന്നു. സേട്ടു അറിയുമ്പോ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. നീ എന്താ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ? എല്ലാം ആലോചിച്ചിട്ട് തന്നെയാ. ബേച്ചാര ഡർത്താ ഹെ. പെണ്ണിന്റെ മനസ്സാ, എപ്പോഴാ മാറണമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പെട്ട ഒക്കെ വെറുതെ ആവും. ഈശ്വരൻ, നീ തീ കൊണ്ടാ കളിക്കുന്നത്. പേടിക്കാതെ, നിനക്കൊരു കുഴപ്പമുണ്ടാവില്ല. ഭാവിയിൽ പ്രയോജനം ഉണ്ടാവുകയും ചെയ്യും. ആരുടെങ്കിലും കണ്ണിപ്പെടുന്നതിന് മുമ്പ് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. എങ്ങോട്ട്? അതിനി തീരുമാനിക്കണം. എനിക്ക് അർജന്റായിട്ട് കുറച്ച് കാശ് വേണം. നിനക്ക് തരാവുന്ന നിന്റെ കല്യാണമൊക്കെ മംഗളമായിട്ട് നടക്കും. വിഷു ഹാപ്പി മാരീഡ് ലൈഫ്. നിനക്ക് തരാനുള്ളതൊക്കെ ഞാൻ തിരിച്ചു തരാം. കാര്യങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞോട്ടാ. കരിമ്പാട് പറഞ്ഞേക്ക്, ഞാൻ മുങ്ങിയിട്ടൊന്നും ഇല്ലാതെ. ചലോ ദുർഗ. എന്താണ് സാർ? साहब विष्णु आ गया. यस सर. विष्णु उள்ள கூப்பிடுறார். എന്താ സാർ പ്രശ്നം? தெரியலப்பா, இது ஏன் கையில இல்ல. सर, राजेंद्रन कहाँ है? कहाँ है वो साला? मुझे नहीं मालूम सर. इंस्पेक्टर साहब, ये झूठ बोल रहा है. ये उस कमीने के बारे में सब कुछ जानता है. ये दोनों आपस में दोस्त हैं और एक ही कमरे में रहते हैं. इसको बताए बगैर वो साला कहीं नहीं जाएगा. क्या नाम है तुम्हारा? विष्णु. सच सच बताओ. Where is he? I don't know sir. मुझे सच बुलवाना आता है. चलो पुलिस स्टेशन. ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ. നീ ചെല്ലനോടത്ത് മുഴുവനും പുലിവാലാണല്ലോ. നിന്റെ നക്ഷത്രം എന്താ? ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്ന രാമേട്ടൻ പറയുന്നത്? അല്ല, എത്ര കിട്ടി? എന്ത് പെട പെട? അവരെന്നൊന്നും ചെയ്തില്ല. അതെനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റണില്ല. അവരെന്നെ തല്ലിയില്ലെന്നേ. 3 മണിക്കൂർ തുടർച്ചയായിട്ട് ചോദ്യം ചെയ്തു. രാജേന്ദ്രൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാവുന്ന പോലീസിന്റെ വിചാരം. ആ സേട്ടുവിന്റെ ആൾക്കാരുടെയും തല്ലുകൊണ്ട് ചാവാനാണ് രാജേന്ദ്രന്റെ വിധി. അവന് വക്കാലത്ത് പിടിക്കാൻ പോയി നീ നിന്റെ തടി കടാക്കണ്ട. ഇപ്പൊ ആകെ ബുദ്ധിമുട്ടിലായത് ഞാനാ. കല്യാണമായിട്ട് ഇതിനിടെ എങ്ങനെ ലീവ് ചോദിക്കുന്നു? വീട്ടിലേക്കാണ് ഈ കത്ത് എഴുതി വരുന്നു. ആ പേരും പറഞ്ഞ് സേട്ടു നിന്നെ പിരിച്ചുവിടാഞ്ഞത് ഭാഗ്യാണെന്ന് കരുതിയാ മതി. ഞാൻ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് രാമേട്ട? ചോദിക്ക്. ഈ ചോദ്യം നീ എന്താ ഇതുവരെ ചോദിക്കാത്തെന്ന് വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. ഉള്ള കുരുത്തക്കറികളൊന്നും ഒപ്പിച്ച് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട? ദേ, ഉപദേശങ്ങൾ തരാൻ എന്നെക്കാളും മിടുക്കി ഇവളാണെന്ന് അറിയാലോ തനിക്ക്. ചോദിക്ക്, എല്ലാ കുരുട്ട് വിദ്യകളും പറഞ്ഞുതരും. नहीं, मैं कुछ भी नहीं सुनना चाहता. सर, माय मैरिज. कुछ भी हो, मैं तुम्हें छुट्टी नहीं दे सकता. सर प्लीज. मैंने तुम सबको हर तरह की आजादी दी, लेकिन तुम्हारे उस कमीने दोस्त ने आजादी का नाजायज फायदा उठाया, और ये तुम अच्छी तरह जानते भी हो. इसमें मेरा कोई दोष नहीं है सर. देखो, तुम्हें नौकरी चाहिए या छुट्टी? अगर तुम जाना ही चाहते हो तो हमेशा के लिए चले जाओ. गेट आउट. ക്യാഷ് ലീവ് എടുക്കാൻ ആരുടെ അനുവാദമൊന്നും വേണ്ടല്ലോ. என்ன விஷ்ணு, என்னாச்சு? സാർ, ഞാൻ 1 മാസം എൻഡ് ലീവ് ചോദിച്ചു. അങ്ങനെ തല പോയാൽ തരില്ല. சரி, இப்போ என்ன பண்ண போற? കല്യാണം മാറ്റി വയ്ക്കാൻ പറ്റുമൊന്നുമില്ലോ. സാർ, എനിക്ക് 15 ദിവസത്തെ ക്യാഷ് ലീവ് ബാക്കിയുണ്ട്. സാർ അത് എങ്ങനെയെങ്കിലും സാങ്ഷൻ ചെയ്തു തരണം. சாபோட கோபம் தெரிஞ்சதுல உன் தோஸ்த பார்த்தா கொஞ்சம் ஜாக்கிரதையா இருந்து சொல்லு. എത്ര ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നതിക്ക്? 1 മാസം. വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. കല്യാണത്തിനൊക്കെ വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെ നടക്കാൻ? ജോലിയുടെ ഓട്ടപ്പാച്ചിലിന്റെ ഇടയില് നാട്ടിൽ പോയി മക്കളെ കാണാൻ കൂടി നേരം കിട്ടണില്ല. പുറപ്പെടാൻ തയ്യാറായോ? ബെഡ് ഇപ്പൊ വെക്കേറ്റ് ചെയ്യുന്നുണ്ടോ അതോ? ഇല്ല, ഞാൻ നേരെ ഇങ്ങോട്ട് വരും. ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാം. അതല്ലേ സൗകര്യം. ഞങ്ങളുടെ എല്ലാവരുടെയും ആശംസകൾ കുട്ടിക്കുണ്ടാവും. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ. നീ ടിക്കറ്റ് ഒക്കെ എവിടെ വെച്ചിരിക്കണേ? പോക്കറ്റിലുണ്ട്. വിഷ്ണു, തീയതി നിശ്ചയിച്ചാൽ ഉടൻ ഇങ്ങോട്ട് എഴുതണം. ഞങ്ങൾ ആരും ലീവ് എടുത്ത് ഇത്രയും ദൂരം അങ്ങോട്ട് വരലുണ്ടാവില്ല. എന്നാലും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കാലോ. ഇവന്റെ ഈ ആവേശവും സന്തോഷവും ഒക്കെ കൂടി കാണുമ്പോ വേണ്ടാന്ന് വെച്ച് കഷ്ടമായെന്ന് ഇപ്പൊ ഒരു തോന്നല്. അതെന്താ? ആയ കാലത്ത് രാമൻകുട്ടി എപ്പോഴും ഉപദേശിക്കായിരുന്നു, തിരുവുപ്പാടെ എവിടുന്നെങ്കിലും പെണ്ണിനെ തപ്പെടുക്കാൻ നോക്കുന്നു. അന്നത് കേട്ടില്ല. അല്ല, നേരം തെറ്റിച്ച് ബേജാറായിട്ട് ഓടിക്കാച്ചു വരിക. വണ്ടിന്റെ സമയമായോ? അല്ല, എവിടെ നമ്മളെ വാരസ്യാരുട്ടി? ഇന്നലെ കരിമ്പായി വീടിന്റെ കാര്യം. ഞാൻ പറഞ്ഞ വീട് ശരിയാണ്, എല്ലാ ലക്ഷണവും ഉണ്ട്. അവിടെ നീ ധൈര്യമായിട്ട് പോയിക്കോ. പിന്നെ കെട്ടുവാളും കൂടി തിരിച്ചു വരുമ്പോ എന്നെ കണ്ടോളന്നില്ല. ഞാൻ ഈ അൽശേഷന്മാരും കൂട്ടി 90-100 പിരിപ്പിക്കാൻ നടക്കല്ലേ. താക്കോല രാമേട്ടൻ ഏൽപ്പിച്ചേക്കാം. പോരെ?
വിഷ്ണു എന്താ സൂര ചെറിയൊരു സമ്മാനമാണ്. നമ്മൾ തമ്മിൽ എന്താ? ഇതെന്റെ മാത്രം വകയല്ല, ഞങ്ങൾ എല്ലാവരും കൂടെ. കൊടുക്ക്, വാങ്ങിച്ചോളൂ വിഷ്ണു, ഞങ്ങളുടെയൊക്കെ ഒരു സന്തോഷല്ലേ. മേടിച്ചോ മേടിച്ചോ. എന്താ